എനിക്ക് സുരേഷ് ഗോപിന്റെ ഒരു ഡയലോഗ് പറയാം, അത് വളരെ ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ എനിക്ക് പിടിക്കണം. അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്ക് പിടിക്കണം. കാരണം നമുക്ക് വികസനം ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, വികസനം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ BJP വരണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം നടക്കൂ. ഇതൊരു സത്യമാണ്, ഇതൊരു ഫാക്റ്റാണ്. അപ്പോ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കുക. അടുത്ത 4 മാസം തൃശ്ശൂരിന് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ആയിരിക്കും. ജസ്റ്റിനും പത്മനാഭജിയും എല്ലാം പറഞ്ഞ പോലെ തന്നെ ഒറ്റക്കെട്ടായിട്ട് നമ്മളൊരു മുമ്പിൽ വെച്ചൊരു ലക്ഷ്യം, വികസിത കേരളം, അതിനുവേണ്ടി വികസിത തൃശ്ശൂർ. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇനി അടുത്ത 4 മാസം അധ്വാനിക്കുക, പ്രവർത്തിക്കുക. അതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഞാൻ നീണ്ടി സംസാരിക്കില്ല, 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ബിജെപിനെ കുറിച്ച് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ സുഹൃത്തും ലെഫ്റ്റിലെല്ലാം എത്രയോ അവരുടെ പ്രചരണം നടത്തിയിട്ടുണ്ട്. BJP എന്താണ് കാഴ്ചപ്പാട് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ BJP എന്ന് പറഞ്ഞ പാർട്ടി നരേന്ദ്രമോദിജിയുടെ ലീഡർഷിപ്പിൽ വികസനം, വികസിത ഭാരതം, വികസിത കേരളം, ആ ഒരു കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. ഞങ്ങളെ കുറിച്ച് 20-30 കൊല്ലമായിട്ട് ഒരു പ്രചരണം, ഞങ്ങൾ വർഗീയവാദി പാർട്ടിയാണ്, ഇതാണ്, മാങ്ങയാണ്, തേങ്ങയാണ് എന്നെല്ലാം പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ സത്യം എന്താണ്? എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം, അതൊരു ലക്ഷ്യം മുമ്പിൽ വെച്ച് അതിനു വേണ്ടി അധ്വാനിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് BJPയുടെ എല്ലാ പ്രവർത്തകരും. അപ്പോ വികസനം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം, നാടിന്റെ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, കുട്ടികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം, അതാണ് ഞങ്ങൾ കാണുന്ന ഒരു വികസനം. വികസനം വലിയൊരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ വലിയൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ വലിയ അനൗൺസ്മെന്റ് ചെയ്ത് ഒന്നും ചെയ്യാത്ത വികസനമല്ല. പത്മനാഭി പറഞ്ഞല്ലോ, നമ്മളിപ്പോ ഈ നാട്ടിൽ 65 കൊല്ലം 70 കൊല്ലം മാറി മാറി ഭരിച്ച, തൃശ്ശൂരും മാറി മാറി ഭരിച്ച CPM കോൺഗ്രസിന്റെ ഭരണം കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ത്യയെ എവിടുന്ന് എങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാം. ഇന്ത്യ ഇങ്ങനെ കുതിച്ച ചാട്ടം, ഒരു വികസിത ഭാരതം അദ്ദേഹം സൃഷ്ടിക്കുമ്പോൾ നമുക്കൊരു വികസിത കേരളം വേണ്ടേ? ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കഴിഞ്ഞ 9, 10, 15 കൊല്ലം നമ്മുടെ നാട് പിന്നിൽ പോകും. ഞാൻ ഇത് രാഷ്ട്രത്തിന് വേണ്ടിയല്ല പറഞ്ഞു, ഞാൻ ഒരു ഫാക്റ്റായി മുമ്പോട്ട് വയ്ക്കുകയാണ്. ആരോഗ്യ മേഖലയാണോ, വിദ്യാഭ്യാസ മേഖലയാണോ, തൊഴിലാണോ, വിലക്കയറ്റമാണോ, എന്ത് മെട്രിക് നോക്കിയാലും ഇന്ന് കേരളം ഇന്ത്യന്റെ ആ ലിസ്റ്റിൽ ഏറ്റവും പിന്നിലാണ്. ഏറ്റവും കൂടുതൽ വിലക്കയറ്റം എന്തിനാണ് നമ്മുടെ നാട്ടിൽ? ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ എന്തിനാണ് നമ്മുടെ നാട്ടിൽ? കടം എടുക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സ്ഥിതി എങ്ങനെ നമ്മൾ ഇവിടെ എത്തി? ഇതെല്ലാം ചോദിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ജനങ്ങളെ വെറുതെ വെട്ടിയാക്കി ഓരോന്ന് പറഞ്ഞു വയ്ക്കുന്ന കോൺഗ്രസും CPM അത് അവർ പറയുമ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ? വിദ്യാഭ്യാസം, തൊഴിൽ, അവർക്ക് അവസരം വേണ്ടേ? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളാണ്. ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യുക, കുട്ടികൾ പുറത്തയക്കുക, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ തൊഴിലിന് വേണ്ടി അവർ പുറത്തു പോവുക. അത് ഒരു നാട്ടിൽ, ഏത് നാടാണെങ്കിലും അത് സസ്റ്റൈനബിൾ അല്ല. ഇത് മാറ്റണം.
അപ്പൊ മാറാത്തത് ഇനി മാറുന്ന ഞങ്ങൾ മുമ്പോട്ട് പറഞ്ഞ ഒരു മുദ്രാവാക്യമല്ല, ഇത് ഞങ്ങളുടെ ഒരു മിഷനാണ്, ദൗത്യമാണ്. ഈ വരുന്ന തെരഞ്ഞെടുപ്പ് എനിക്ക് സുരേഷ് ഗോപിന്റെ ഒരു ഡയലോഗ് അറിയാം, അത് വളരെ ഇഷ്ടപ്പെട്ടു. തൃശ്ശൂർ എനിക്ക് പിടിക്കണം. അപ്പൊ തൃശ്ശൂർ കോർപ്പറേഷൻ നമുക്ക് പിടിക്കണം. കാരണം നമുക്ക് വികസനം ജനങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ, വികസനം ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അധികാരത്തിൽ BJP വരണം. BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ വികസനം നടത്തൂ. ഇതൊരു സത്യമാണ്, ഇതൊരു ഫാക്റ്റാണ്. അപ്പോ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ അധ്വാനിക്കുക. അടുത്ത 4 മാസം തൃശ്ശൂരിന് വേണ്ടിയും ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇലക്ഷൻ ആയിരിക്കും. തദ്ദേശ ഇലക്ഷനിൽ നമ്മുടെ സക്സസ് എല്ലാം കിട്ടി. അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ വരും. കോൺഗ്രസും ലെഫ്റ്റും അവർക്ക് അറിയാം, ഇത് ഏറ്റവും അവരുടെ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവര് ബാധിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും. അപ്പൊ അവര് നോടാന്ന് പറഞ്ഞാൽ എന്ത് ലെവലിൽ വരുമ്പോ, ഇപ്പൊ ഞാൻ ഛത്തീസ്ഗഡിനെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയുന്നു. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീമാർ അവിടെ പെട്ടു. അവിടെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങൾ കുറച്ച് അവര് പാലിച്ചില്ല. അപ്പൊ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. അതിനെ കുറിച്ച് രാഷ്ട്രീയം ചെയ്യാൻ അംഗീകരിക്കുന്നത് കോൺഗ്രസും ലെഫ്റ്റും. 2022 ഇവിടെയും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ട്രാഫിക്കിംഗ് ഇവിടെ അറസ്റ്റ് ചെയ്തില്ലേ? അപ്പൊ ഒന്നും ചെയ്തില്ല. അവിടെ ഇപ്പോൾ അവരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഒരു ഒറ്റ പാർട്ടിയാണ്, അത് BJP ആണ്. അത് പ്രധാനമന്ത്രിയാണ്, അമിത്ഷാജി ഹോം മിനിസ്റ്ററാണ്, ഞാനാണ്. ഒറ്റക്കെട്ടായിട്ട് സുരേഷ് ഗോപിജിയും ജോർജ് കുര്യൻജിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അവരെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഏത് മലയാളിയാണെങ്കിലും മതം നോക്കാണ്ടേയും ജാതി നോക്കാണ്ടേയും സമുദായം നോക്കാണ്ടേയും അവർ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ഈ പാർട്ടി ഇറങ്ങും, അവർ സഹായിക്കും. ഇതാണ് ഞങ്ങളുടെ ഐഡിയോളജി. അപ്പൊ എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൽ ഒരു പാർട്ടി ഉണ്ടെങ്കിൽ അത് BJP ആണ്. ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. അതാണ് നിങ്ങൾ ഇന്നത്തെ സത്യം. അവസാനം ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് അധികാരത്തിൽ വരാൻ ഒരു അവസരമാണ്. അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ലീഡർഷിപ്പിന്റെ ഒപ്പം പ്രവർത്തിക്കുക. പുതിയ വരുന്ന പ്രവർത്തകരെല്ലാം നന്നായി ഒറ്റക്കെട്ടായിട്ട് അവരെ ഇൻവോൾവ് ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങളുടെ വികസിത കേരള കൺവെൻഷനിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇന്ന് പുതിയ പ്രവർത്തകരോട് പറഞ്ഞു. BJPന്റെ ലീഡർഷിപ്പ് നിങ്ങൾ 100% അധ്വാനിച്ചാൽ BJPന്റെ ലീഡർഷിപ്പ് 500% അധ്വാനിക്കാൻ തയ്യാറാണ്. ഒറ്റക്കെട്ടാൽ നിങ്ങൾ ഒപ്പം അധ്വാനിക്കും. ഞങ്ങൾ റൂമിൽ TV കണ്ട് റീൽസ് ഉണ്ടാക്കുന്ന പാർട്ടിയല്ല, അത് കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങൾ വാഗ്ദാനം കൊടുത്ത് വാക്ക് പാലിക്കാത്ത പാർട്ടിയല്ല, അത് CPM ആണ്. ഞങ്ങൾ വാഗ്ദാനം കൊടുത്താൽ അതിനുവേണ്ടി അധ്വാനിച്ച് വാക്ക് പാലിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിജിയുടെ BJP ആണ്. ഇത് പറഞ്ഞ് ഞാൻ വാക്ക് കേൾക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ഒരിക്കൽ കൂടി സ്വാഗതം.